ഉത്തര കൊറിയ വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. അക്കാഡമി ഓഫ് ഡിഫൻസ് സയൻസിന്റെയും മിസൈൽ അഡ്മിനിസ്ട്രേഷന്റെയും മേൽനോട്ടത്തിൽ നടത്തിയ പുതിയ ആയുധ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധശേഷി മാത്രമല്ല, അതിന്റെ സാങ്കേതിക പുരോഗതിയും ഉറച്ച നിലപാടും പ്രകടമാക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. കാർബൺ ഫൈബർ ബോംബ്, ഇലക്ട്രോമാഗ്നറ്റിക് ആയുധം, ക്ലസ്റ്റർ വാർഹെഡ് എന്നിവ ഉൾപ്പെടുന്ന ഈ പരീക്ഷണങ്ങൾ ആധുനിക യുദ്ധരംഗത്ത് നിർണായകമായ സാങ്കേതിക വിദ്യകളിൽ ഉത്തര കൊറിയ കൈവരിച്ച മുന്നേറ്റത്തിന്റെ സൂചനകളാണ്. പ്രത്യേകിച്ച് കാർബൺ ഫൈബർ ബോംബ് എന്ന ആശയം തന്നെ പരമ്പരാഗത ആയുധധാരണകളെ മാറ്റിമറിക്കുന്നതാണ്. മനുഷ്യജീവനാശം സൃഷ്ടിക്കുന്നതിനു പകരം ശത്രുവിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ, പ്രത്യേകിച്ച് വൈദ്യുതി വിതരണ സംവിധാനങ്ങളെ തകർക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. വൈദ്യുതി ലൈനുകളിലും ട്രാൻസ്ഫോമറുകളിലും പടർന്നുപിടിക്കുന്ന കാർബൺ നൂൽത്തണ്ടുകൾ സിസ്റ്റം മുഴുവൻ തകരാനിടയാക്കും. ഇതിലൂടെ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കിത്തന്നെ ഒരു രാജ്യത്തിന്റെ പ്രവർത്തനശേഷി നിലച്ചുപോകാനിടയാക്കുന്ന സ്മാർട്ട് യുദ്ധരീതിയിലേക്ക് ലോകം നീങ്ങുകയാണെന്നതിന്റെ ഉദാഹരണമായി ഇത് കാണപ്പെടുന്നു. ഇതോടൊപ്പം പരീക്ഷിച്ച ഇലക്ട്രോമാഗ്നറ്റിക് ആയുധം ആധുനിക സൈനിക സാങ്കേതിക വിദ്യകളെ തന്നെ വെല്ലുവിളിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇലക്ട്രോണിക് സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കാനുള്ള ശേഷിയുള്ള ഇത്തരം ആയുധങ്ങൾ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ മുതൽ യുദ്ധക്കപ്പലുകൾ വരെ ഉൾപ്പെടുന്ന ഹൈടെക് സൈനിക സംവിധാനങ്ങളെ ബാധിക്കാൻ കഴിവുള്ളതാണ്. ഇതിലൂടെ സാങ്കേതികമായി മുന്നേറിയ രാജ്യങ്ങളോട് നേരിട്ട് മത്സരിക്കാൻ കഴിയുന്ന ശേഷി ഉത്തര കൊറിയ വികസിപ്പിച്ചെടുത്തതായി കാണപ്പെടുന്നു. കൂടാതെ ഹ്വാസോങ് 411 ബാലിസ്റ്റിക് മിസൈലിൽ ഘടിപ്പിച്ച ക്ലസ്റ്റർ വാർഹെഡ് പരീക്ഷണം തന്ത്രപരമായ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു. വലിയ വിസ്തൃതിയിൽ ലക്ഷ്യങ്ങളെ ബാധിക്കാൻ കഴിയുന്ന ഇത്തരം ആയുധങ്ങൾ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റാൻ സാധ്യതയുള്ളതാണ്. അതിനൊപ്പം മൊബൈൽ ഷോർട്ട് റേഞ്ച് ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം പരീക്ഷിച്ചത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കാണുന്നത്. ഈ പരീക്ഷണങ്ങളുടെ സമയവും ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്രതലത്തിൽ ഉയർന്നുവരുന്ന സംഘർഷങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും നടത്തുന്ന സൈനിക സമ്മർദ്ദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉത്തര കൊറിയ ഈ ശക്തിപ്രകടനം നടത്തുന്നത്. ഇതൊരു സാധാരണ സൈനിക പരീക്ഷണം മാത്രമല്ല, മറിച്ച് നമ്മൾ തയ്യാറാണ് എന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശവുമാണ്. ചൈനയുമായുള്ള ബന്ധവും ഭാവിയിൽ സാധ്യതയുള്ള ഉയർന്നതല ചർച്ചകളും മുൻനിർത്തിയുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഇതിനെ കാണാം. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തതായി ഉത്തര കൊറിയ അവകാശപ്പെടുന്നത് ഭാവിയിൽ വൻതോതിൽ ഉൽപ്പാദനം സാധ്യമാക്കാനുള്ള അവരുടെ പദ്ധതിയെ സൂചിപ്പിക്കുന്നു. ഇത് സാങ്കേതികവും സാമ്പത്തികവുമായ നിയന്ത്രണങ്ങൾ നേരിടുന്ന ഒരു രാജ്യമായിട്ടും സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുന്ന ശേഷി ഉത്തര കൊറിയയ്ക്കുണ്ട് എന്ന് തെളിയിക്കുന്നു. അവസാനമായി ഈ പരീക്ഷണങ്ങൾ ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്: ആധുനിക യുദ്ധം ഇനി സൈനിക ശക്തിയുടെ മാത്രം കളിയല്ല, സാങ്കേതിക വിദ്യയുടെ പോരാട്ടമാണ്. അതിൽ ഉത്തര കൊറിയ പിന്നിലല്ലെന്ന് അവർ തെളിയിക്കാൻ ശ്രമിക്കുന്നു. ലോകരാഷ്ട്രീയത്തിൽ വലിയ ശക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന മത്സരത്തിൽ സ്വന്തം സ്ഥാനമുറപ്പിക്കാൻ ഉത്തര കൊറിയ എടുത്തിരിക്കുന്ന ഈ നീക്കം അടുത്ത കാലത്ത് കൂടുതൽ വലിയ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്.